പ്രഗ്നൻസി ടൈമിലും അതിനുശേഷം അത് കഴിക്കണം ഇത് കഴിക്കരുത് എന്നൊക്കെ വീട്ടുകാരും നാട്ടുകാരും പറയില്ലേ, ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ? അല്ലെ തന്നെ ഇതൊക്കെ ഇവരാണോ പറയണ്ടേ? നമുക്ക് ഡയറ്റീഷ്യനോട് ചോദിക്കാം. ഈ പ്രഗ്നൻസി ടൈമിലും പ്രഗ്നൻസിക്ക് ശേഷമൊക്കെ ഇങ്ങനെ അത് കഴിക്കണം ഇത് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രഷറൈസ് ചെയ്യത്തില്ല, അത് ശരിക്കും വേണ്ടതാണോ? അങ്ങനെ മിക്കവരും പറയുന്ന ഒരു പ്രോബ്ലമാണ്. അതായത് പേരൻസ് ആണ് കൂടുതലും പ്രഷർ ചെയ്യുന്നത്. അത് കഴിക്കുക ഇത് കഴിക്കുക, ഇത് കഴിച്ചാലേ കുഞ്ഞിൻ്റെ ഗ്രോത്ത് വരുള്ളൂ, നന്നായിട്ട് വെയിറ്റ് കൂടുള്ളൂ എന്ന് പറഞ്ഞ് അവരെ പ്രഷർ ചെയ്ത് ആണ് മിക്കവരും ഫുഡ് കഴിപ്പിക്കുന്നത്. അത് ശരിക്കും ശരിയല്ല. കാരണം കുഞ്ഞിൻ്റെ ഗ്രോത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ മാത്രം നമ്മൾ കൊടുത്താൽ മതി. അത് ബാലൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പം നിങ്ങൾ അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ സംസാരിച്ചിട്ടുണ്ടാവും എന്തൊക്കെ ഫുഡാണ് കൂടുതലും എടുക്കേണ്ടത് കുഞ്ഞിൻ്റെ ഗ്രോത്തിന് ആവശ്യമുള്ളത്. അപ്പോൾ ആ ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ പോയാൽ മതി. പിന്നെ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ കുഞ്ഞിൻ്റെ ഗ്രോത്ത് കുറവാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എക്സ്ട്രാ ഉള്ള ഫുഡ് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി കഴിയുമ്പോഴുണ്ടല്ലോ മിക്കവരും പേരൻസ് ആണ് ഫുഡ് കഴിക്കുക, കുഞ്ഞിന് പാല് വരണം, അതുകൊണ്ട് കൂടുതൽ ന്യൂട്രിയൻസ് വേണം, അതുകൊണ്ട് നെയ്യ് അടങ്ങിയ ഭക്ഷണങ്ങളും അങ്ങനെ കഴിപ്പിക്കാറുണ്ട്. അത് ശരിക്കും ഇതല്ല. കുഞ്ഞിന് ആവശ്യമുള്ള കുഞ്ഞിന് പാലിന് അമ്മയിൽ കൂടി ആണല്ലോ കുഞ്ഞിനുള്ള പോഷകങ്ങൾ കിട്ടുന്നത് 6 months വരെ. അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള പോഷകങ്ങൾ മാത്രം മതി. അപ്പം അതിനുള്ള നമുക്ക് വൈറ്റമിൻസ് ഉള്ള അതുപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വേണം, അതുപോലെ പ്രോട്ടീൻ ഫുഡ് നന്നായിട്ട് വേണം, അതുപോലെ കാർബ് ലിമിറ്റിൽ എടുക്കുക. എന്താണെന്നോ നമുക്കിത് വെയിറ്റ് ഏകദേശം പ്രഗ്നൻസി കഴിയുമ്പോൾ വെയിറ്റ് കൂടി നിൽക്കുമായിരിക്കും. ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് വെയിറ്റ് കൂടും. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ലാക്ടേഷൻ പീരീഡിൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ അത് കുഞ്ഞിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈമിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 1 year വരെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുഡ് ബാലൻസ്ഡ് വേണം എന്ന് പറയുന്നത്. പ്രഗ്നൻസി ടൈമിൽ ഇതുപോലെ കഷ്ടപ്പെട്ട് കഴിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യും.